വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഷിരിഡിക്ക് പോവാണ്, സായിബാബയുടെ ദർശനത്തിന് വേണ്ടി. കുറെ നാളായി നമ്മൾ പോവാന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നു, പുതിയ കാറ് മേടിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു റൈറ്റ് ടൈമായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 5 മണിയായി, 5:30 ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ വൈകുന്നേരം ഇവിടുത്തെ ഒരു 4 മണിക്കൊക്കെ പിടിക്കും. അപ്പോൾ 9 മണിക്ക് നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിക്കാം. പിന്നെ അവിടെ ഞങ്ങള് ഹോട്ടലിൽ സ്റ്റേ ചെയ്യും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ എപ്പോഴും രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ട് ദർശനം ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിക്കുക, അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോ ഞങ്ങള് രാത്രി മൊത്തം അവിടെ സ്റ്റേ ചെയ്യും. അതിന് രാവിലെ 7 മണിക്ക് നമ്മൾ അവിടുന്ന് ദർശനം ചെയ്യും. അവിടെ ദർശനം ഭയങ്കര ക്യൂ ആയതുകൊണ്ട് ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എന്താ പറയാ, പാസ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 200 രൂപ. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് 800 രൂപ പാസ് എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈനിൽ കയറണ്ട. ലൈൻ ഉണ്ടാവും, പക്ഷെ അധികം ലൈൻ ഉണ്ടാവില്ല. കേറിയിട്ട് നമുക്ക് ദർശനം ചെയ്യാം. നാളെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയില്ല, അവിടെ ചെന്നാൽ അറിയാനേ പറ്റുള്ളൂ എന്തായാലും തിരക്കുണ്ടാവില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ രാവിലെ പോകുന്നത്, അതുകൊണ്ട് എങ്ങനെയാ നമുക്ക് അറിയില്ല അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. അവിടെ പോയാൽ അറിയാൻ പറ്റും. ആദ്യമായിട്ടാണ് നമ്മൾ ഈ 7 മണിക്ക് പോയി രാവിലെ പോയി അവിടെ പോയി ദർശനം ചെയ്യാൻ പോണേ. അതുപോലെ എന്റെ ചെറിയ ആള്, അവൾക്ക് എനിക്ക് തോന്നുന്നു വരാറേ ഇല്ല കൂടെ. രാവിലെ പോകുമ്പോ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് വരില്ല. ഇപ്രാവശ്യം അതുകൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അവളെയും പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോവാണ് ഞങ്ങള് തൊഴാൻ വേണ്ടിട്ട്. നോക്കട്ടെ എന്താവണം. ഞങ്ങളിനി കൊറേ പ്ലാൻ ചെയ്യാൻ നിക്കുന്നുണ്ട് അവിടുന്ന് എങ്ങോട്ടൊക്കെയാ വേറെ പോണ്ടതെന്ന്. അത് എന്റെ പപ്പ തീരുമാനിച്ചാലേ വേറെ എന്തെങ്കിലും ഒക്കെ ആവുള്ളൂ. ഇന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ സിറ്റുവേഷൻ നല്ലതാണ്. നാളത്തെ എങ്ങനെയാന്ന് നാളെ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പഴേ ഒരു മഴയുടെ ഒരു ഇതുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. ഞാൻ വെള്ളത്തിലൊക്കെ പെട്ടു. 2 വീലർ ഓടിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ക്ലാസ്സിന് പോകാനും പറ്റിയില്ല. ഞാൻ കുറച്ച് വഴിയിൽ പെട്ടുപോയി. പിന്നെ അവിടെ ഇനി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഏത് ക്ലാസ് ആണ്. മമ്മി ഒരു ഡാൻസ് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നുണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അവിടെ ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. പകുതി എത്തിപ്പോയി നല്ല മഴയായി. അപ്പൊ അവിടെ കയറി നിന്നു. പക്ഷെ എന്നുമില്ലാത്തൊരു മഴയായിരുന്നു ഇന്നലെ. റോഡ് മൊത്തം എനിക്ക് തോന്നുന്നു, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്റെ മുട്ടിന്റെ അവിടെ വരെ വെള്ളം നിറഞ്ഞു. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാ 2 വീലർ ഓടിക്കുമ്പോ ഒട്ടും പേടിക്കാറില്ല. പക്ഷെ ഇന്നലെ ഞാൻ നല്ല പോലെ പേടിച്ചു. ഞാനാണെങ്കിൽ എപ്പോഴും പേടിക്കാറുണ്ട്. അത് ഞാൻ വണ്ടി എടുക്കാറില്ല. ഞാൻ ഇവള് പ്രാവശ്യം വീണു. അതിനുശേഷം അവള് പേടിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പേടിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു, ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടേക്ക് താമസിക്കാൻ വന്നിട്ട് ഇങ്ങനൊരു മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം നിറയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഇന്നലെ ഞാൻ മൊത്തം നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും. ഇന്നിപ്പോ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ നമ്മളിങ്ങനെ പെട്ടെന്നാണ് നമ്മൾ ശരിക്കും രാവിലെ ഇവള് സ്കൂളിൽ പോയി. ഇവൾക്ക് സ്കൂളുണ്ടായിരുന്നു സോനുവിന്. അപ്പൊ ആ തീരുമാനത്തിൽ ഇപ്പൊ എത്തിയതാണ് മൊത്തം. നമുക്ക് ഇന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ കൊറേ ദിവസമായി പറയണു എന്നെ ഹോളിഡേ ആണ്, എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഇവള് ബിടെക്കിന് പഠിക്കാണ്. എന്റെ മൂത്ത മോളാണിത്, രണ്ടാമത്തെ മോളാണിത്. പിന്നെ എന്റെ ഒരേ ഒരു ഭർത്താവാണ് ജെന്റിൽമാൻ. ആ ഭർത്താവിന് ആകെ സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും മാത്രം ഹോളിഡേ ഉള്ളു. അത് കിട്ടി. ഇത് തന്നെ ഭാഗ്യം, അതന്നെ ഒരു ലക്ക് എന്ന് പറയാ നമ്മള്. അപ്പൊ വെള്ളം ചുട്ടി കഴിയുമ്പോഴേക്കും ഷിരിഡി സായിബാബ നമുക്ക് ദർശനം ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ദർശന്റെ വീഡിയോസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ ഇവിടുത്തെ സീനറിയൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോ കാണിച്ചു തരാം ഇവിടുത്തെ. ഞങ്ങളിപ്പോ പോണ വഴി ഞങ്ങള് ആലന്തി സൈഡിൽ കൂടിയാ പോയത്. ഞങ്ങൾ കാണിച്ചു. ഒരു നിശാന്തമായ വഴിയാണ്. ഞങ്ങളെ അറിയാത്ത ആൾക്കാർ ഞങ്ങൾ പറയാം, ഞങ്ങള് പൂനെയിലാണ് താമസിക്കണേ. ബോൺ ആൻഡ് ബോട്ട് കേരളയാണ്. അതെല്ലാവരും പോണം പോട്ടെ. ഞാൻ പോണം പോട്ടെ കേരളയാവും, നിങ്ങൾ പോണം പോട്ടെ കേരളയാവത്തില്ല. എന്റെ പാപ്പ ഒഡീസക്കാരനാണ്. പക്ഷെ എന്നെക്കാളും നന്നായിട്ട് മലയാളം പറയുമ്പോ എന്നെ പ്രപ്പോസ് ചെയ്തതിന് ശേഷമാണ് മലയാളം പഠിച്ചത്. ഞാനാണെല്ലാം പഠിപ്പിച്ച് എന്റെ മലയാളം പൊട്ടിയായി. എനിക്ക് മലയാളം ഒട്ടും അറിയില്ല. അത് കാരണം മിക്ക വ്ലോഗ്സും ഹിന്ദിയില്. എനിക്ക് മലയാളം ഒട്ടും അറിയില്ല. പക്ഷെ സംസാരിക്കുന്നില്ലേ?
സംസാരിക്കണം പറഞ്ഞു. ഇപ്പൊ വീട്ടിലിങ്ങനെ സംസാരിക്കണ സംസാരിച്ചു പെടും. സംസാരിച്ച് പെടുമല്ല, സംസാരിക്കും. അതന്നെ അർത്ഥം വേറെ. ഇപ്പൊ അത് കാരണം ഞാൻ റിസ്ക് എടുക്കാറില്ല. ഞാൻ പറയുന്നത് എന്തായാലും മലയാളത്തിൽ വ്ളോഗ് ചെയ്യാം. എൻ്റെ എന്നുവെച്ചാല് അവിടെയുള്ള ആൾക്കാർക്ക് ഷിർഡി സായിബാബയുടെ ഒക്കെ കാണിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് മലയാളം വ്ളോഗിലേക്ക് പോവാം. അറിയത്തില്ല ആരൊക്കെ കാണുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങളിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. മുഴുവൻ വീഡിയോ മൊത്തം കാണും വീഡിയോ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെൽ ഐക്കൺ ഒട്ടും മറക്കല്ലേ. ബെൽ ഐക്കൺ മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ വീഡിയോ എപ്പോഴാ വരുന്നതെന്ന്. കാണാൻ പറ്റില്ല. ബെൽ ഐക്കൺ ഓൾ ആക്കി വെക്കൂ. അപ്പൊ ആ സമയത്ത് കാണാൻ പറ്റും ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ വഴിയെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ പോകുന്ന വഴി കൂടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ദർശനം എടുത്തോളൂ. അതെ, അവിടുത്തെ ദർശനം ഇവിടെ ഈ ഷിർഡി സായിബാബയില്ലേ, അങ്ങനെ നമുക്ക് വിചാരിക്കുമെന്നും പോയാൽ കാണാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ഇന്ന് പോവാം, പക്ഷെ അങ്ങനെ പെട്ടെന്ന് ദർശനം എടുക്കാൻ പറ്റില്ല. കുറെ ആൾക്കാർക്ക് അനുഭവമുണ്ട് ഇന്ന് പോവാന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് അത് മുടങ്ങിപ്പോവും. ഞങ്ങളിത് കുറേ നാളായി ഇവിടേക്ക് താമസം മാറിയപ്പോ തൊട്ട് പോവാം, പക്ഷെ പെട്ടെന്നായിരിക്കും അത് മുടങ്ങിപ്പോവും അല്ലേ ചേട്ടാ? കൊറേ പ്രാവശ്യം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു 2-3 മാസം പോവാറുള്ളതാ. ഞങ്ങള് ഇപ്പൊ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കാറ് വാങ്ങിച്ചു. ഇത്ര സമയമായി, നമ്മൾ ഇത്ര മാസങ്ങളായി നമ്മൾ പോവാന്ന് വിചാരിക്കണം. പക്ഷെ ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ ഈ പ്ലാൻ ഒരു 1 ഡേ പ്ലാൻ ആക്കി നമ്മളിപ്പോ പോവാന്ന് തീരുമാനിച്ചു. അതെനിക്ക് തോന്നുന്നു ഷിർഡി സായിബാബ വിചാരിച്ചു ഞങ്ങൾക്ക് മോർണിംഗിലുള്ള ദർശനം കിട്ടുവാൻ വേണ്ടിട്ട് ഇത്രയും നീട്ടിയതാന്ന് വിചാരിക്കാം അല്ലേ? പപ്പയും പറഞ്ഞു പപ്പയ്ക്ക് ഹോളിഡേ ഞങ്ങള് ഇറങ്ങാന്ന് വിചാരിച്ചു. ചേട്ടനാണെങ്കിൽ എവിടെയെങ്കിലും ചുട്ടിയാണെങ്കിൽ എവിടെയെങ്കിലും പോകണം, വീട്ടിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പൊ വിചാരിച്ചൊന്ന് ദർശനം ചെയ്തിട്ട് വരാം. നല്ലപോലെ ദർശനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ യൂട്യൂബ് ഫ്രണ്ട്സിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കാം, അവരുടെയും ബ്ലെസ്സിങ്സ് വഴിയെ കണ്ടോണ്ടിരിക്കാൻ. ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പോണേ, എവിടേക്കൊക്കെയാണ് പോണേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോയിലൂടെ കാണിക്കാം നിങ്ങളോട്. പിന്നെ ഇതിൽ കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ വീടിന്റെ വീഡിയോസ് ഞങ്ങൾ കാണിക്കാം. അപ്പൊ അതിലൂടെ കാണാം. യെസ്. നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ മൊത്തം ട്രാഫിക് ആണെന്ന്. നീ ഇങ്ങനെ എടുക്കണ്ട. എന്താ റിവർ? ഇതാണ് ഗൈസ്, ഇതാണ് ഫ്രണ്ട്സ് ഭീമ റിവർ. ഫ്രണ്ട്സ് ഭയങ്കര ട്രാഫിക്കാ. സോ ട്രാഫിക്. നിങ്ങൾ എന്തായാലും എത്തുമ്പോ 8 മണിയാവും, 9 മണിയാവും. 9 o'clock വിൽ റീച്ച്. അതും ഡിഫറൻസ് വരും. ചിലപ്പോ അവിടെ ട്രാഫിക് ഉണ്ടെങ്കിൽ അവിടുന്ന് ഡിഫറൻസ് വരും. ഫ്രഷ് ആവാൻ ചായ കുടിക്കണം. ഈ കാറിൽ കയറിയ ഒരു പ്രശ്നം എന്താ പറയാ, എനിക്കും വിശക്കും. ഡേ എന്റെ ചെറിയ ആൾക്കാർ ഇതിനൊടുക്കത്ത വിശപ്പ്. ഞങ്ങളൊക്കെ ഭയങ്കര, ഞാനും പപ്പയൊക്കെ ഭയങ്കര ശാന്തമായിട്ടിരിക്കും. ഒന്നും വിശക്കാത്തൊരാള് അല്ലേ ചേട്ടാ? ചാച്ചന് മാത്രമേ ചായ മാത്രമേ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് എനിക്ക് കാറിൽ കയറിയാൽ മാത്രമേ വിശക്കും. വീട്ടിലാണെങ്കിൽ ഭക്ഷണം വളരെ കുറവാണ് അല്ലേ?
കണ്ടാ ഒരാള് ഹോംവർക്ക് ഒന്നും ചെയ്യാണ്ടത് അവിടെ ഇരിക്കണേ. പാവായിന് അമ്പലത്തേക്ക് പോകുമ്പോഴും കൂടി ഒരു സൗകര്യം കൊടുക്കില്ല, ബാഗ് കൊടുത്തിട്ടാ പോകുന്നിരിക്കുന്നത്. അത്ര സിൻസിയർ സ്റ്റുഡന്റ് ആണ്. അത് ഇവിടത്തെ ചിരി കേട്ടാർക്കും മനസ്സിലാവും. സത്യമായിട്ട് മോന്റെ കുട്ടി ഭയങ്കര സിൻസിയർ. എവിടുന്ന് പരിശീലനം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് മാർക്ക് കണ്ടാ അറിയാൻ പറ്റും. മമ്മി പറഞ്ഞ പോലെ ഞാൻ ബിടെക് സെക്കൻഡ് ഇയറിലാണ്, അവള് 8th സ്റ്റാൻഡേർഡിലാണ്. പക്ഷെ നിങ്ങളെല്ലാരും പറയണം, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ അമ്മയായിട്ട് തോന്നുമോ ഇല്ലയോ? മതി. ഞങ്ങളൊന്നും ഓടിക്കാൻ തരില്ല. ഈ രാക്ഷസ് ലൈസൻസ് ഒക്കെ ഉണ്ട്. ഈ രാക്ഷസ് ഞങ്ങളെ ഓടിക്കാൻ തരില്ല വണ്ടി. ഞങ്ങളുടെ പഴയ വണ്ടി വർണ്ണ, അതുപോലും ഓടിക്കാൻ തന്നിട്ടില്ല ഇതുവരെ. ഞാനൊക്കെ ലൈസൻസ് എടുത്ത ആളാണ്. പക്ഷെ ആർട്ടിക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഈ വണ്ടിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ട, സഫാരി ഒട്ടും ഞങ്ങൾക്ക് തരില്ല. പൈസ ചെലവാക്കാൻ തീരെ ആഗ്രഹമില്ലാത്തതുകൊണ്ട് പാപ്പ പറയും എനിക്ക് കുറച്ചു ദിവസം കൂടി വണ്ടി ഓടിക്കണമെന്ന്. ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട് ഫ്രണ്ട്സ്, ട്രാഫിക് ഉണ്ട്. മെയിൻ ഹൈവേയിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ട്രക്കോട് പോണ വഴിയാണ്, ഹൈവേയുടെ പോണക്ക് ജോയിന്റ് ചെയ്യണ വഴിയാണ്. അപ്പോ ഈ വഴി കൂടെ നമ്മൾ ആദ്യമായിട്ടാ ഇവിടെ ഇപ്പൊ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഈ വഴി കാണിക്കുന്നത് ഗൂഗിള് ചില സമയത്ത് വേറെ വഴി കൂടെ ഗൂഗിളായിട്ട് എപ്പോഴും തെറ്റിക്കും വഴി. ചിലപ്പോ ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് അവിടെ നിർത്തും, പിന്നെ അവിടെ നിന്ന് ചിലപ്പോ പാടത്തേക്ക് നിങ്ങൾ അവിടേക്ക് ചാടിക്കോളം പറയും അല്ലേ? എവിടേക്ക് പോയപ്പോഴും അങ്ങനെയാ സംഭവിച്ചു നമുക്ക്. നമ്മള് എപ്പഴാ ഗുരുവായൂർ പോയപ്പോ ഞങ്ങള് ലാസ്റ്റ് ഇയർ ആയി തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഇയറാണ് നല്ല മഴയായിരുന്നു ഗുരുവായൂര്. അവിടെ പോയിട്ട് ഒരു ജംഗൽ, മൊത്തം കാട്. പറയാണ് ലെഫ്റ്റിലേക്ക് അടിക്കുക, ലെഫ്റ്റില് പുഴയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞില്ല എന്തായാലും അമ്പലത്തിലേക്ക് പോലെ ഒന്നും കൂടി കുളിച്ചിട്ട് വെക്കോ. പക്ഷെ എന്നാലും നമുക്ക് വിശ്വാസമുണ്ട് ഗൂഗിൾ ആന്റീന്. ഞങ്ങൾ വിശ്വസിക്കാറില്ല ഗൂഗിൾ. ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റി പോകും. അതിനും ഇടയ്ക്ക് അറിയിക്കുന്നില്ല ആരും, അതാ പ്രശ്നം. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ. കുടക്കുടാ മഴ വന്ന വീട്ടിൽ പോടി. പിന്നെ മഴ സ്റ്റോപ്പായി, പെയ്യും, പിന്നെ സ്റ്റോപ്പാവും. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ രാത്രിയായി. ഞങ്ങൾക്കിപ്പോൾ എത്ര മണിയായി? ഇവിടെ 9 മണിയാണ് കാണിക്കുന്നത്. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിന്ന്, പെട്രോൾ ഉണ്ടായിരുന്നില്ല. ദൈവമേ, വിശന്നിട്ടാണെങ്കിൽ 30 കിലോമീറ്റർ ഉള്ളൂ. മിക്കവാറും ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കേണ്ടി വരും തോന്നുന്നു. നോക്കാം.
എത്തി. ഞങ്ങളിപ്പോൾ ഇത് ഹോട്ടൽ ടി സ്ക്വയറിലാണ്. ദിസ് ഇസ് ആ ഹോട്ടൽ. ഞങ്ങൾ അധികം ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനല്ല, അപ്പം അധികം ഗംഭീരമായിട്ട് ഹോട്ടലിലൊന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് 1 ഡേ സ്റ്റേ. ആകെ ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എന്തായാലും നമ്മൾ ദർശനം ചെയ്ത് പോകും. പിന്നെ ദർശനം ചെയ്ത് പോയിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചുതരാം. അപ്പോൾ ഇതാണ്, എല്ലാവരും ടയേർഡായി. ഇനി ഭക്ഷണം കഴിക്കണം, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ റൂമിലെത്തി ഫൈനലി. ആൻഡ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എൻ്റെ ഇവിടുത്തെ റൂം. റൂം 2 റൂമായിട്ടാണ്, 2 ബെഡുണ്ട്. ബിക്കോസ് വി ആർ 4. അത് കാരണം മൊത്തത്തിൽ രാത്രി കിടക്കാനുള്ള ഓക്കെയാണ്. അപ്പോൾ ഞങ്ങളിനി ഉറങ്ങി എണീറ്റിട്ട് രാവിലെ നിങ്ങളെ വീണ്ടും കാണാം. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് വേണം ഫ്രഷായിട്ട് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴേക്കും എണീക്കാറാവും. എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ ശ്രീ സായിബാബിനെ ദർശൻ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. നമ്മൾ എത്തി ഇവിടെ. ഞങ്ങൾ റൂമിലെത്തി കഴിഞ്ഞിട്ട് ഇതേപോലെ ഡ്രസ്സൊക്കെ മാറി. ഇനി ഒരാൾ മാത്രം മാറാനുണ്ട്. നീ സ്ലീപ്പിങ്ങിനാണോ പുറത്തു പോകാനാണോ റെഡി ആയിരിക്കണേ? സിമ്പിൾ ഒരു ബനിയൻ, പിന്നെ ഒരു ട്രൗസർ, ഞാനും ഒരു ബനിയൻ, ഒരു ത്രീ. ഹലോ. കാർ ഓടിച്ച് ക്ഷീണിച്ചാ? അത്ര കാറൊന്നും കുഴപ്പമില്ല. ഓ സിമ്പിൾ അങ്ങനല്ല, സിമ്പിൾ. നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ എത്തി. ഇപ്പോ വിശന്നിട്ട് എല്ലാരുടെയും വയറ് കത്തി സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒന്ന് കഴിക്കാം, ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ പോവാം. എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അതെ. ഓക്കെ. അപ്പോൾ റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെ ഒരു സുഖം കിട്ടി. എല്ലാവരും ഒന്ന് എനർജി വന്നു എല്ലാവർക്കും, അല്ലേ? അതുകൊണ്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ അതെ, എല്ലാവരും ഗുഡ് നൈറ്റ് പറ. ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ എൻ്റെ വകയും ഗുഡ് നൈറ്റ്.